ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനിതയാണ്. നമുക്കിന്നൊരു ചേനത്തണ്ട് തോരൻ വെക്കാം കേട്ടോ. ഒരു ചേനയുടെ ഒരു മറുതണ്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്കത് എടുത്തുകൊണ്ടുവന്നൊരു തോരൻ വെക്കാം. നമ്മുടെ കർക്കിടക മാസത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സാധനമാണ്. അപ്പോഴാണത് ഏറ്റവും ടേസ്റ്റ്. ഇലകളൊക്കെ, ഈ തണ്ടുകളും ഇലകളൊക്കെ നമ്മൾ താളുമൊക്കെ കഴിക്കുന്ന ടൈമാണ്. അപ്പോൾ അതൊരെണ്ണം ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ നമ്മൾ ചേനയുടെ തണ്ട് എടുക്കുകയാണ്. ചേനയ്ക്ക് ഒരു മറുതണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മളൊരു തോരൻ വെക്കുക കേട്ടോ. കർക്കിടക മാസത്തിലും ചിങ്ങം വരെയൊക്കെയാണ് നമ്മളത് എടുക്കുക. അത് കഴിഞ്ഞ് മഴ നിന്നാൽ പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, ചൊറിയും. മഴക്കാലമുള്ള സമയത്താണ് നമ്മളിതൊട്ട് തണ്ടുകളൊക്കെ എടുക്കുക കേട്ടോ. പച്ചക്കറി, പിന്നെ ചേമ്പൻ തണ്ട്. ഞാനിതിങ്ങനെ വന്നപ്പോൾ വലിയ സന്തോഷിച്ച് നിൽക്കുകയാണ് കണ്ടോ. നല്ലൊരു ഇളന്ന തണ്ടാണ്. ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് എടുക്കാൻ വളരെ ചെറുതാണ് കണ്ടോ, ഇളന്നതാണ്. ഇതിൻ്റെ ചോട് വെച്ചിട്ട് ഇതിങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് കണ്ടോ. ഇത് കഴുകിയിട്ടുണ്ട്. എൻ്റെ 2-3 കഷ്ണമാക്കി ഇവിടെ മുറിച്ച് വെച്ചിരിക്കുക. നമുക്ക് പിടിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് തോലിങ്ങനെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കുക ചെയ്യുക കണ്ടതാ. ഇങ്ങനെ നമ്മൾ ചേമ്പിൻ്റെ താളൊക്കെ കാണിക്കുമ്പോൾ ചെയ്യണ പോലെ തന്നെ ഇതിങ്ങനെ ഒരറ്റത്തുനിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് ശരിക്കും ഇങ്ങോട്ട് പോരും. ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയ്ക്ക് ചെറിയ തണ്ടാകുമ്പോൾ കളഞ്ഞോണമെന്നൊന്നുമില്ല. നമ്മുടെ നല്ല ചെറിയ ഏറ്റവും പിളുന്ത് തണ്ടത്. ചില ആളുകൾക്കൊക്കെ ചേനത്തണ്ട് ചൊറിയുന്നവരുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. ഏത് സമയമാണെന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് ചൊറിയും. അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ടൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അതിന് പറ്റണവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. ചില ആളുകൾക്ക് ഇത് പറ്റൂല. ഇത് നമ്മളത് അങ്ങനെ അങ്ങോട്ട് കീറുക. വളരെ അരുത്ത് പോണൊരു സാധനമാണ്. കുറേ ഉണ്ടെന്ന് വെച്ചിട്ട് ഇത് കുറേ ഉണ്ടാവില്ല. നമ്മൾ അരിഞ്ഞിങ്ങനെ എടുക്കുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നും. സാധാരണ ഇലകളൊക്കെ അങ്ങനെ തന്നെ ഇല്ലേ, നമുക്ക് കുറേ ഉള്ളതുപോലെയാണല്ലോ തോന്നുക. പക്ഷെ വെന്ത് വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതേ കൂട്ടേണ്ടത് അങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞിടുക. ഇനി ഇത് കഴുകുമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകിയിട്ടാണിത് ഈ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇലയൊക്കെ നല്ല നീറ്റാക്കി നോക്കണം. ഇപ്പം ഞാൻ നോക്കിയതിൻ്റെ പുറത്ത് ഇപ്പോൾ ചിക്കും കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണത് കണ്ടോ. ഇതിങ്ങനെ നമ്മൾ നോക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ പച്ച കളറിൽ പുഴുവുണ്ടാവും. അപ്പോൾ നമ്മൾ കാണൂല. എന്നിട്ട് കഴുകിയിട്ട് നമ്മളത് ചെറിയ പീസുകളാക്കി എടുത്ത് കൂട്ടിപ്പിടിച്ച് അതും കൂടെ അരിഞ്ഞിടുക കേട്ടോ. പിളന്ത ഇലയാകുമ്പോൾ നമുക്കതൊക്കെ ഉപയോഗിക്കാം. ഇല കളയേണ്ടതില്ല. കുറേ ആളുകൾക്കൊരു സംശയമാണ് ഇല ഉപയോഗിക്കാൻ പറ്റുമോ. ഇല ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് തോരൻ ഒതുക്കാൻ വേണ്ട സാധനം കേട്ടോ. നാളികേരം, കുറച്ച് ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒരു 2 അല്ലി കേട്ടോ, പച്ചമുളക്. കാന്താരി ഉണ്ടെങ്കിൽ അതാവും നല്ലത്. എനിക്ക് കാന്താരി ഇല്ല. ഇത് പൊട്ട് മുളകായതുകൊണ്ട് ഞാനൊരു 5-6 ഇട്ടിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ എരിവ് പാകത്തിനിടുക. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒതുക്കിയെടുത്ത് നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു കുറച്ച് അരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂണ്. എനിക്ക് കുറഞ്ഞ സാധനമായിട്ടാണ്. എന്നിട്ട് വെള്ളത്തോടെയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ വെള്ളം ഉണ്ടായിട്ടപ്പോൾ ഒട്ടിപ്പൊരിയൽ. എനിക്ക് കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വറ്റൽമുളക് ഇടാത്തത്. വറ്റൽമുളകൊക്കെ നമ്മൾ കടുക് വറുക്കണതിൽ ഇടുന്ന സാധനങ്ങളാണ്. അരി ഒരുവിധം ചുമക്ക മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പാണ് കേട്ടോ. ഈ അരപ്പിൻ്റെ പച്ചച്ചോവയൊന്ന് മാറിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേനത്തണ്ട് ഇട്ട് കൊടുക്കാൻ. പാത്രത്തിൽ ഞാൻ പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചേനത്തണ്ടിന് വെള്ളം വേണ്ട. ഈ അരപ്പിൻ്റെ ഒരു പച്ചച്ചോവയൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചതാണ്. തീ സിമ്മിലേക്ക് ഇടുക.
അപ്പം ഇതൊന്നും ഇങ്ങനെ ഒന്ന് ആവി കയറാൻ വേണ്ടി വെച്ചിട്ട് ഇല തണ്ട് നമ്മൾ ഇട്ടിട്ടില്ല, ഒന്ന് പൊത്തി വയ്ക്കുക. ഒരൊറ്റ സെക്കൻഡ് അത് കുറച്ച് ഒന്നിങ്ങനെ ആവി വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. കണ്ടോ, ഇതിൽ നല്ലൊരു ആവി കയറിയിട്ടുണ്ട്. മെതിക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആരും തന്നെ ഒരുപാട് ഉപ്പിടരുത്, കാരണം നമ്മൾ പാത്രത്തിൽ കാണുന്ന അത്ര സാധനം അത് വേകുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു കുറഞ്ഞ ഉപ്പ് ഈ അരപ്പിന് ഇട്ട് കൊടുക്കാതെ, പിന്നെ അതൊന്ന് വാടിക്കഴിഞ്ഞ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇനി നമ്മുടെ സാധനം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം വേണ്ട, ചേനത്തണ്ടിന് തന്നെ വെള്ളമാണ്. അപ്പോൾ അതങ്ങനെ ഇരുന്നിട്ടൊന്ന് നമ്മൾ ഈ തല്ലിപ്പൊത്തി വെക്കുക എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും നന്നായിട്ട് അമർത്തുന്നില്ല. എൻ്റെ ഉള്ളിൽ കൂടെ ആ എയർ പാസ് ചെയ്ത് വരണം, നന്നായിട്ട് അമർത്തി അത് അടി കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയൊരു തീ സിമ്മിലാണ്, എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. നമുക്കിത് തുറന്നു നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്ന് ഇത് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതുകൊണ്ട് വെള്ളം നമ്മൾ ഒഴിക്കാഞ്ഞിട്ട് തന്നെ ഇത് കുഴഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ ഇത് നല്ലോണം ഉലർന്ന് വേണം എന്നുള്ളവർ കുറച്ച് നേരം കൂടെ ഇങ്ങനെ നമ്മൾ സൈഡിലേക്ക് ആക്കി വെച്ച് ചെറു തീയിൽ അതവിടെ കിടന്ന് ഉലർന്ന് വരും. പിന്നെ കുഴഞ്ഞിരുന്നാലും കുഴപ്പമില്ലാത്തവർക്ക് അങ്ങനെയും കഴിക്കാം. ഇതിപ്പോൾ ഉപ്പൊക്കെ പാകമാണ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ഇട്ടത് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ല. ഞാനത് ഇത്തിരി കൂടെ ഇങ്ങനെ ഡ്രൈ ആക്കുകയാണ് കേട്ടോ. ഡ്രൈ ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് തോർന്ന് വരട്ടെ. അപ്പോൾ തോരൻ നമ്മുടേത് ഇതാ ഉലർന്നിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഇതാ ഓഫ് ചെയ്യാണ് തീയെ. കുറച്ചിങ്ങനെ ഇവർ കഴിച്ച് കാണിച്ചു തരും. ചേനത്തണ്ടായതുകൊണ്ട് ഇനി കഴിച്ച് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരുമല്ലോ, ചൊറിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ഒരു സൈഡിലാണ് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കഴിച്ച് കാണിച്ചു തരാം. ഇതിന് ചൊറിച്ചിലൊന്നുമില്ല, ചിക്കൂറിന് തിന്നു നോക്കിയതാണ്. ഉപ്പൊക്കെ പറയാനേ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളി സാധനമാണ്. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.